നമസ്കാരം. പ്രശസ്ത തെലുങ്ക് നടൻ അല്ലു അർജുന്റെ അറസ്റ്റാണല്ലോ ഇപ്പോഴത്തെ പ്രധാന സംസാര വിഷയങ്ങളിൽ ഒന്ന്. അറസ്റ്റ് സംബന്ധിച്ച സമ്മിശ്ര പ്രതികരണങ്ങളും പല തിയറികളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കാര്യം എന്തു തന്നെയായാലും പുഷ്പ 2 ഇങ്ങനെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടെ ഉണ്ടായ അറസ്റ്റ് അല്ലു അർജുൻ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. സംഭവത്തിലെ നിയമവശങ്ങളെക്കാൾ ഉപരി അറസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പരക്കെ നടക്കുന്നത്. അറസ്റ്റ് നടന്നതിന് തൊട്ടു പിന്നാലെ ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് എന്ന നിലയിലാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ കോടതി ജാമ്യം അനുവദിച്ചിട്ടും ഒരു രാത്രി സാങ്കേതികത്വത്തിന്റെ പേരിൽ അല്ലുവിനെ ജയിലിൽ കിടത്തി എന്ന വാദം ഉയർന്നതോടെയാണ് പലരും പല കോൺസ്പിറസി തിയറികളുമായി രംഗപ്രവേശനം ചെയ്തത്. ഈ കഴിഞ്ഞ ഡിസംബർ 4-ന് അല്ലു അർജുന്റെ പുഷ്പ 2 ദി റൂൾ ചിത്രത്തിന്റെ പ്രീമിയറിനിടെ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ നടന്ന ഒരു ദാരുണമായ സംഭവത്തോടെയാണ് ഇതിനെല്ലാം തുടക്കമാവുന്നത്. അല്ലു അർജുനെ കാണാനായി ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും അവരുടെ 8 വയസ്സുള്ള മകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചു കൂടിയതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന് പിന്നാലെ പോലീസ് അല്ലു അർജുനും അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘത്തിനും ഒപ്പം തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെ ഭാരതീയ ന്യായ് സംഹിത അതായത് BNS പ്രകാരമുള്ള വിവിധ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ 13-ന് അല്ലു അർജുനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ചിക്കറ്റ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുന്നതിനായി കൊണ്ടുപോയി. പിന്നീട് പ്രാദേശിക കോടതി അദ്ദേഹത്തെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വരികയും മറ്റൊരു ഭാഗത്ത് അല്ലുവിന്റെ ആരാധകർ വിവിധ രീതിയിൽ അമർഷം പ്രകടിപ്പിക്കാനും തുടങ്ങിയതോടെ ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്താ വിഭവമായി സംഭവം മാറി. അല്ലു അർജുന്റെ അറസ്റ്റ് പെട്ടെന്ന് രാഷ്ട്രീയമായി മാറി. BJP, BRS, കോൺഗ്രസ് തുടങ്ങി സകല ദേശീയ പ്രാദേശിക പാർട്ടികളിൽപ്പെട്ട നേതാക്കളെല്ലാവരും പ്രസ്താവനകൾ ഇറക്കി. ചിലർ അറസ്റ്റിനെ അമിതമായി അപലപിച്ചു. മറ്റുള്ളവർ ഇത് നിയമപരമായ ഒരു നടപടിക്രമം എന്ന നിലയിൽ പിന്തുണച്ചു. ഇങ്ങനെ രണ്ട് ചേരികളിലായി അഭിപ്രായ പ്രകടനം കൊഴുത്തു. ഇതിൽ BJPയുടെ നിലപാട് എന്താണെന്ന് നോക്കാം. തെലങ്കാന സർക്കാർ സംഭവം കൈകാര്യം ചെയ്ത രീതിയെ BJP അപലപിക്കുകയും അതിൽ അമർഷം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി നിയമപാലകരെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് ആരോപിച്ചു. എല്ലാത്തിനുമപ്പുറം അല്ലു അർജുനെ പോലുള്ള ഒരു ജനപ്രിയ വ്യക്തിയെ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് BJPയുടെ MLA ആയ രാധാ സിംഗ് പ്രസ്താവിച്ചു. ഇനി എന്താണ് ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്ന് നോക്കാം. നിയമത്തിന്റെ വഴി സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത്. അല്ലുവിനെതിരെ സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന ആരോപണത്തെയും അദ്ദേഹം നിഷേധിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മല്ലു രവി ഇതേ പ്രസ്താവനകൾ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അല്ലുവിന്റെ അറസ്റ്റിൽ സർക്കാരിന് യാതൊരു പങ്കില്ല, പാർട്ടിക്കും യാതൊരു പങ്കില്ല, ഒരു നിഷ്പക്ഷ താല്പര്യവുമില്ലെന്ന് മല്ലു രവി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണകക്ഷിയായ BRSഉം ഇതിനെതിരായിട്ടുള്ള ആരോപണം തള്ളിരംഗത്ത് വന്നിട്ടുണ്ട്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നാണ് പാർട്ടിയുടെ നിലപാട്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമല്ലെന്നും നിയമാനുസൃതമായ സ്വാഭാവിക നടപടിയാണെന്നും ഒക്കെ BRSന്റെ വിവിധ നേതാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. രാഷ്ട്രീയ കാരണങ്ങളാൽ അല്ലു അർജുന്റെ അറസ്റ്റ് ആസൂത്രണം ചെയ്തതാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ് അറസ്റ്റ് ആസൂത്രണം ചെയ്തത് എന്നാണ് ഒരു വാദം. ഒരു സക്സസ് മീറ്റിനിടയിൽ അല്ലു അർജുൻ തന്റെ പേര് പറയാൻ മറന്നുപോയതിനാലാണ് രേവന്ത് റെഡ്ഡി അറസ്റ്റ് നടത്തിയത് എന്നാണത്രേ. അല്ലു അർജുനെ ഇഷ്ടപ്പെടാത്ത പവൻ കല്യാൺ ചന്ദ്രബാബു നായിഡു വഴി രേവന്ത് റെഡ്ഡി അറസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിരിക്കാമെന്ന ഒരു തിയറിയും സോഷ്യൽ മീഡിയയിലൊക്കെ പറന്നു നടക്കുന്നുണ്ട്. അറസ്റ്റിനെ തുടർന്ന് അല്ലു അർജുന്റെ അഭിഭാഷകർ തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചു. തിയേറ്റർ മാനേജ്മെന്റ് പരിപാടിയെക്കുറിച്ച് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും സുരക്ഷാ നടപടികൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അല്ലു അർജുന്റെ ഭാഗത്തു നിന്നും മനഃപൂർവമായ അനാസ്ഥയൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് അഭിഭാഷകർ പ്രധാനമായും വാദിച്ചത്. കോടതി അദ്ദേഹത്തിന് 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. എന്നാൽ ജാമ്യ ഉത്തരവ് ജയിൽ അധികൃതരിൽ എത്താൻ വൈകിയെന്ന സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലു അർജുന് ചഞ്ചൽഗുഡ സെൻട്രൽ ജയിലിൽ
ഒരു രാത്രി ചെലവഴിക്കേണ്ടി വന്നു. രാഷ്ട്രീയ വിവാദങ്ങൾക്കും കോൺസ്പിറസി തിയറികൾക്കും നിയമപരമായ തർക്കങ്ങൾക്കും അപ്പുറത്ത് മറ്റൊരു സംഗതി കൂടി ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആരാധകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സെലിബ്രിറ്റികളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഈ സംഭവം ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആൾക്കൂട്ട നിയന്ത്രണം സെലിബ്രിറ്റികൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും മതിയായ സുരക്ഷാ നടപടികൾ നിലവിലുണ്ടെന്ന് ഉറപ്പാക്കാൻ അവർ പരിപാടിയുടെ സംഘാടകരുമായും ഒപ്പം പോലീസുമായും ഒക്കെ സഹകരിക്കണമെന്ന ഒരു ബോധം ഉണ്ടാക്കാൻ ഈ കേസിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലുവിന്റെ അറസ്റ്റുമായും ഒപ്പം ഒരു സ്ത്രീ മരണപ്പെട്ട ദാരുണമായ സംഭവത്തിലും നിയമപരമായ തീർപ്പ് കോടതിയിൽ നിന്ന് തന്നെ വരട്ടെ. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.